ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അസാധാരണമായ വൈജ്ഞാനിക കരുത്തോടുകൂടെ എന്തെങ്കിലും തരത്തിലുള്ള ഗവേഷണ പദ്ധതികളൊന്നും ഏർപ്പെടേണ്ട കാര്യമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ BJP ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംഘപരിവാർ സംഘടനകൾ തങ്ങളുടെ വിശ്വഗുരുവായി കണക്കാക്കുന്ന ഗോൾവൽക്കറുടെ പുസ്തകത്തിലെ കുപ്രസിദ്ധി ആർജിച്ച ചില വാചകങ്ങൾ ഓർമ്മിച്ചാൽ മതി. ലക്ഷണമൊത്തം മതരാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന് ആരെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണം. CPIM-ന്റെ അഭിപ്രായമല്ല. RSS ഗുരുജിയായി, വിശ്വവിഖ്യാത ഗുരുജിയായി സംഘപരിവാർ പ്രവർത്തകർ കരുതുന്ന ഗോൾവൽക്കർ പറയുന്നതാണ്. എന്താണ് പറയുന്നത്? മാർക്സിസ്റ്റുകാരെ കൊന്നുകളയണം, മുസ്ലിങ്ങളെ കൊന്നുകളയണം, ക്രിസ്ത്യാനികളെ കൊന്നുകളയണം. ഈ ഉന്മൂലനത്തിലൂടെ മാത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷണമൊത്ത വർഗീയ രാഷ്ട്രം, ലക്ഷണമൊത്ത മതരാഷ്ട്രം, താലിബാനൊക്കെ പോലെ ഇന്ത്യയെ ആക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെയേ സാധ്യമാവൂ എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഇന്ത്യൻ സംഘപരിവാരത്തിൻ്റെ 2024 ആണ്ടിലെ പ്രവർത്തകർ അതിനെ വർദ്ധിച്ച ആസുരതയോടുകൂടെ, സാധാരണഗതിയിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കരുത്തുള്ള മണ്ണാണ് കേരളം. ആ കേരളത്തിൽ പോലും അന്യമത വിദ്വേഷം ജനിപ്പിക്കുവാനും വർഗീയ കലാപത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും പലായനങ്ങളുടെയും ഇന്ത്യൻ അനുഭവം കേരളത്തിലും സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ആരാണ് അക്രമികളെന്ന് തങ്ങൾക്കറിയില്ല, ഏത് സംഘടനയുടെ പ്രവർത്തകരാണ് എന്നറിയില്ല എന്നൊക്കെ പറയുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ നമ്മളുടെ സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കാൻ പോകുന്നതാണ്. നമ്മളുടെ മുന്നിൽ ലളിതമായൊരു ചോദ്യമേ ഉയർന്നു വരുന്നുള്ളൂ. വർഗീയതയും മതനിരപേക്ഷതയുമാണ് ഏറ്റുമുട്ടുന്നത്. വർഗീയതയും മതനിരപേക്ഷതയും ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ ആരോടൊപ്പം, നിങ്ങൾ ഏതു ചേരിയിൽ എന്നുള്ളത് നമ്മൾ സശ്രദ്ധമാംവിധം ചർച്ച ചെയ്യേണ്ട സുപ്രധാനമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ ഇന്ത്യൻ താലിബാനിസമാവട്ടെ, അതിൻ്റെ പ്രതിരൂപമായ സംഘപരിവാരമാവട്ടെ, അവർ കേരളത്തിന്റെ, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇവിടെ സൂചിപ്പിച്ച 2 സംഭവവികാസങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ശക്തമായി നടപടിയെടുക്കുകയും ഇവിടെ സൂചിപ്പിച്ച ബജറംഗ് ദളിന്റെ നേതാവ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി, ഈ പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിക്കുന്ന ആളുകൾക്ക് ഇന്ന് ജയിൽ മുറിയിൽ ഇരുന്ന് ചപ്പാത്തി കഴിക്കുകയും ചെയ്യേണ്ട വന്ന ഗതികേടുണ്ടായത് പോലീസിന്റെ ശക്തമായ നീക്കത്തെ തുടർന്നാണ്. പക്ഷേ ആർജവത്തോടുകൂടെ ആക്രമണം നടത്തുന്ന തീവ്രവാദി ഏത് സംഘടനയിൽപ്പെട്ടയാളായാലും, അത് SDPI ആവട്ടെ, അത് RSS ആവട്ടെ, അത് ബജറംഗ് ദൾ ആവട്ടെ, അത് VSP ആവട്ടെ, സംഘപരിവാർ വടവൃക്ഷത്തിന്റെ ഏത് അടരുകളിൽപ്പെട്ടതായാലും അതിനെ അങ്ങനെ തുറന്നു പറഞ്ഞ് എതിർക്കുക എന്നുള്ളതാണ് ലക്ഷണമൊത്ത മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്നവർ സ്വീകരിക്കേണ്ട ഒരു സമീപനം. ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്ത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്ന സമയത്ത് BJPയുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ സഹപാനലിസ്റ്റ് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്ക് എന്താണ് ഇത്തരം ആളുകളുമായി ബന്ധം എന്നൊക്കെയാണ്. അങ്ങ് ആങ്കർ എന്ന നിലയിൽ ചരിത്രബോധം കരുത്തോടു കൂടെ ഉണ്ടെങ്കിൽ അങ്ങ് നിർബന്ധമായും ഓർമ്മിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ആദരണീയനായ വയനാട് മുൻ MP 2 BJP MPമാരെ നിലത്ത് തള്ളിയിട്ട് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന വ്യാജ ആരോപണം RSSന്റെ 2 പ്രചാരകർ, ബാലസോറിൽ നിന്നും മറ്റൊരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന 2 MPമാർ ഉയർത്തുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട പാർലമെന്റ് മെമ്പർ ആരാണ്? അത് പ്രതാപ് സാരംഗിയാണ്. ആരായിരുന്നു പ്രതാപ് സാരംഗി? ഇപ്പൊ BJP നേതാവ്, ഞങ്ങൾക്ക് ബന്ധമേ ഇല്ല, ഞങ്ങൾക്ക് ഈ കൂട്ടരെ കണ്ടാൽ പോലും അറിയില്ല എന്ന് പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒഡീഷയിലെ സംസ്ഥാന നേതാവായിരുന്നു, ബജറംഗ് ദളിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ മാന്യൻ ഞങ്ങൾക്ക് ബന്ധമേ ഇല്ല, ഞങ്ങൾക്ക് കണ്ടാൽ കൂടെ അറിയില്ല എന്ന് പറഞ്ഞ പ്രതാപ് സാരംഗി VHPയുടെ സംസ്ഥാന നേതാവും ബജറംഗ് ദളിന്റെ ഒഡീഷയിലെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നപ്പോഴാണ് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ തലതാഴ്ത്തിയ സംഭവവികാസം ഉണ്ടായത്. ഏതായിരുന്നു ആ സംഭവവികാസമെന്ന് നിർബന്ധമായും കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും നമ്മുടെ ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധിയും നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ആ സംഭവവികാസം? നമ്മുടെ നാട്ടിൽ സത്യസന്ധമാംവിധം പ്രഘോഷണത്തിനും മറ്റ് ഉത്തരവാദിത്വത്തിനും ഒക്കെ വന്നെത്തിയ ഡോക്ടർ ഗ്രഹാം സ്റ്റെയിൻസിനെ, അദ്ദേഹത്തിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, ഒരാളുടെ പേര് ഫിലിപ്പ്, മറ്റൊരാളുടെ പേര് തിമോത്തി, ജീപ്പിലിട്ട് മണ്ണെണ്ണയൊഴിച്ച് ചുട്ടരിച്ച് കൊന്നുകളഞ്ഞു. ആ കേസിലെ പ്രതികൾക്ക് ഒത്താശ ചെയ്ത VHPയുടെയും ബജറംഗ് ദളിന്റെയും സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന നേതാവും ഇപ്പോൾ BJPയുടെ പാർലമെന്റിലെ പ്രധാനപ്പെട്ട MP-യാണ്, ഒഡീഷയിലെ മുൻ മന്ത്രിയാണ്. ഇതാണ് BJPക്ക് VHPയുമായിട്ടുള്ള ബന്ധം, ഇതാണ് BJPക്ക് ബജറംഗ് ദളുമായിട്ടുള്ള ബന്ധം. ഈ തെമ്മാടി സംഘം കേരളത്തിൽ എത്രയെത്ര ആക്രമണങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതിന്റെ വിശദാംശങ്ങളിലുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പൊ ഡൽഹിയിലെ പള്ളിയുടെ മുമ്പിൽ നിന്ന് കേക്ക് മുറിക്കുന്നുണ്ട്. അതാണ് ഇവരുടെ പ്രത്യേകത. മാനായും മാരീജനായും വരും, ആട്ടും തോലിട്ട ചെന്നായി കണക്കെ ഇവർ വരും. ഇക്കൂട്ടരെ തിരിച്ചറിയുക എന്നുള്ളതാണ് മതനിരപേക്ഷ കേരളം സ്വീകരിക്കേണ്ട ജാഗ്രതാപൂർണമായ നടപടി.